വിവേചിച്ചറിയണം. അപ്പൊ വിവേചനം, യഥാർത്ഥ സ്നേഹം അത് വിവേചിച്ചറിയുന്ന സ്നേഹമാണ്. യഥാർത്ഥമായിരിക്കുന്ന സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹത്തിൽ എന്തുണ്ട്? വിവേചിക്കാൻ കഴിയും, അല്ലെങ്കിൽ വിവേചിക്കും. അപ്പം ഈ കാര്യം നമ്മൾ വളരെ ഗൗരവമായി ഇത് മനസ്സിലാക്കണം. എന്തിനാണ് നാം ഇങ്ങനെ മേൽക്കുമേൽ വർദ്ധിച്ചു വരേണ്ടത്? സ്നേഹത്തിനോടുകൂടെ പരിജ്ഞാനവും വിവേകവും വിവേചനവും ഇതെല്ലാം എന്തിനായി പൗലോസ് പറയുന്നത്? അടുത്ത 10ാമത്തെ വാക്യം നോക്കിക്കേ. ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും. അപ്പൊ കർത്താവിന്റെ വരവ് വരും. കർത്താവ് വരുമ്പോൾ നാം നിർമ്മലന്മാരായി നിൽക്കാൻ വേണ്ടിയാ, ഇടറിപ്പോകാതിരിക്കാൻ വേണ്ടിയാ. അതുകൊണ്ടാ ശോധന ചെയ്യേണ്ടത്. അപ്പൊ ദൈവസ്നേഹം ഉള്ളവർ വിവേചിക്കും. എന്തിനാ വിവേചിക്കുന്നത്? ആളാവാനല്ല, മറ്റുള്ളവരെ കുറച്ചു കാണാനല്ല, മറ്റുള്ളവരെക്കാൾ ഞാൻ ഭയങ്കര ആത്മീയനാണെന്ന് കാണിക്കാനല്ല. എന്തിനാ വിവേചിക്കുന്നത്? കർത്താവിന്റെ വരവിൽ ഞാൻ ഇടറിപ്പോകരുത്. ഐ ഷുഡ് ബി ബ്ലെയിംലെസ് ബിഫോർ ഹിം, നിർമ്മലനായി നിൽക്കാൻ. അതുകൊണ്ടാണ് വർദ്ധിച്ചു വരുന്നത്. അപ്പം ഇവിടെ വിവേചനമല്ല മേജർ എന്തുവാണ്? സ്നേഹം. സ്നേഹം ഉള്ളത് കൊണ്ടാണ് വിവേചിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ഈ വിവേചിക്കുക എന്ന് പറയുമ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നത്, വിവേചിക്കുന്ന ആള് അങ്ങനെ ശോധന ചെയ്യുന്ന ആളുടെ ഉള്ളിൽ സ്നേഹം ഇല്ല, അങ്ങനെയാണ് പലരും ചിന്തിക്കുന്നത്. അങ്ങനെയല്ല. സ്നേഹം വർദ്ധിച്ചു വരുന്നത് കൊണ്ടാണ് വിവേചിക്കുന്നത്. അപ്പൊ മേജർ ആയിരിക്കുന്നത് സ്നേഹമാണ്. വിവേചനം സ്നേഹത്തിൽ വരുന്ന ഒരു ഘടകമാണ്. നമ്മൾ ഈ കാര്യം വളരെ മനസ്സിലാക്കിയില്ലെങ്കിൽ, നമുക്കറിയാം, റെവലേഷൻ, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിന്റെ 2 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ എഫെസോസ് സഭയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ നിന്റെ പ്രവൃത്തിയെയും പ്രയത്നവും വായിച്ചു. ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച കള്ളന്മാരെന്ന് കണ്ടതും. വായിക്കണോ? നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന ഒരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. കണ്ടോ, കർത്താവിന് അവരെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാ? കള്ളപ്പോസ്തലന്മാരെ നിങ്ങൾ ശോധന ചെയ്തു പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടെത്തി. നിങ്ങൾക്ക് ദുഷ്ടത സഹിക്കാൻ പറ്റത്തില്ല, എന്റെ നിമിത്തം നിങ്ങൾ സഹിച്ചിട്ട് തളർന്നു പോകാതിരുന്നു. എല്ലാം ഉണ്ടെങ്കിലും ഇതൊന്നും സ്നേഹത്തിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല. ഇതിന് പകരമായി, സ്നേഹത്തിന് പകരമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. സ്നേഹത്തെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല. ആദ്യ സ്നേഹം നിലനിന്ന് തന്നെ വിവേചിക്കുകയും കർത്താവിന് വേണ്ടി എന്ത് ചെയ്യണം? കർത്താവിന്റെ നിമിത്തം സഹിക്കുകയും തളർന്നു പോകാതിരിക്കുകയും ചെയ്യണം. അപ്പം മേജർ എന്തുവാ? ആദ്യ സ്നേഹമാണ്. ഇപ്പൊ എഫെസോസിന് എന്തോ പറ്റി? ഈ പരീക്ഷിച്ച് ഇവര് മൈനറിനെ അങ്ങ് മേജറാക്കി, മേജറിനെ അങ്ങ് മൈനറാക്കി. ആദ്യ സ്നേഹം അങ്ങ് വിട്ടുപോയി. ഇത് വളരെ ഗൗരവമായി വിഷയം. ആദ്യ സ്നേഹം വിട്ടുപോയ സഭയോട് പറയുക, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും.